വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ വചനങ്ങളെ ധ്യാനിപ്പാൻ തൊക്കെയാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനം പ്രാഗൽഭ്യത്തോടുകൂടി സംസാരിപ്പാൻ ബലഹീന നടിയനെ അങ്ങ് സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. ഐസയാ ചാപ്റ്റർ 55 വേഴ്സസ് 10 and 11. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുന്നവന് ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനവും പ്രവർത്തിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധ്യമാക്കുകയും ചെയ്യും. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് പലപ്പോഴും നാം തിരിച്ചറിയാറില്ല. ദൈവവചനം മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രത്തോളം അവനെ നന്മയിൽ നയിക്കപ്പെടുന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഗതികളെയും ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ നന്മയിലേക്ക് നയിക്കുന്നു എന്നൊക്കെ നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ കാണുവാൻ തൊക്കോണം കഴിയും. ദൈവവചനം ഇവിടെ നാം വായിക്കുകയാണ്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനവും പ്രവർത്തിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധ്യമാക്കുകയും ചെയ്യും. ദൈവവചനം നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ 1-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. തുടർന്ന് ദൈവം കൽപ്പിച്ച് പലതിനെയും സൃഷ്ടിക്കുന്നതായിട്ട് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ആദിയുടെ ആരംഭം മുതൽ ദൈവവചനം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദത്താൽ അതൊക്കെയും സ്ഥാപിതമാകുന്നു എന്ന് നാം അവിടെ വായിക്കുകയാണ്. ദൈവവചനം എത്ര ശക്തിയുള്ളതാണ് എന്ന് പ്രതിപാദിക്കുന്ന ദൈവവചനമാണ് ആദ്യ പുസ്തകത്തിൽ ആദ്യ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ഇത് തുടർന്ന് ദൈവ തിരുവചനത്തിലൊക്കെയും നമുക്ക് കാണുവാൻ തൊക്കോണം കഴിയും. എബ്രായ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ച ഉള്ളതും ആകുന്നു. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചകളെയും വേർപെടുത്തുന്നതുവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അതിൻ്റെ ശക്തിയെക്കുറിച്ച് അവിടെ വീണ്ടും നാം വായിക്കുകയാണ്. അപ്പോൾ ഈ ദൈവവചനമാണ് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നത്. ജീവിതത്തിൽ പാപത്തിലേക്ക് വീഴാതെ ഒരു വ്യക്തി ദൈവകൃപയിൽ നിലനിൽക്കുവാൻ അവനെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതാണ് 109-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, എൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും വഴിക്ക് പ്രകാശവുമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ പ്രസക്തി അത്ര വലുതാണ്. നാം കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തൻ്റെ പരസ്യ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് അവൻ യോർദാനിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ആവസിച്ച് അവനൊരു 40 ദിവസത്തെ ഉപവാസനായിട്ട് മരുഭൂമിയിലേക്ക് കടന്നു പോവുകയാണ്, വിജനപ്രദേശത്തേക്ക്. അവിടെ നാം വായിക്കുന്നുണ്ട്, കർത്താവ് ഉപവസിക്കുമ്പോൾ 40 ദിവസങ്ങളിലും പിശാച് അവനെ പരീക്ഷിക്കുന്നു. ദൈവവചനം പറഞ്ഞുകൊണ്ടാണ് പിശാച് കർത്താവിനെ പരീക്ഷിക്കുന്നത്. അപ്പോൾ കർത്താവ് അതിനെ ജീവിക്കുന്നത് ദൈവവചനം കൊണ്ട് തന്നെയാണ്. അപ്പോൾ മറ്റാരേക്കാൾ ഉപരിയായിട്ട് ദൈവവചനം അറിയാവുന്ന പിശാച് കർത്താവിനെ വചനം കൊണ്ട് പരീക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ വചനം അല്ലെങ്കിൽ ദൈവവചനം കൊണ്ട് തന്നെ
കർത്താവ് ആ പരീക്ഷയെ അതിജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. അപ്പോൾ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ എത്ര വലുതാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കണം കഴിയും. അതുകൊണ്ട് തന്നെ ഈ ദൈവവചനം ലോകത്തിൽ പ്രചരിക്കാതിരിക്കുവാൻ, മറ്റൊരു വ്യക്തിയിൽ എത്താതിരിക്കുവാൻ പിശാച് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിശാച് ഭയപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ: ദൈവത്തെ ആരാധിക്കുന്ന ആരാധന സ്ഥലം അല്ലെങ്കിൽ ദേവാലയം ഉയരുന്നതും ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നതുമായ ദൈവവചനം പ്രചരിക്കുന്നതും അവൻ നഖശികാന്തം എതിർക്കും. അതിനെ എങ്ങനെയെങ്കിലും തകർക്കുവാൻ തക്കോണം അവൻ പരിശ്രമിക്കും. ഇത് നാം ചരിത്രം പഠിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. AD 303 ഡയോക്ലേഷ്യൻ എംപറർ, അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തെ എതിർത്തിരുന്നൊരു വ്യക്തിയാണ്. ക്രൈസ്തവ വിശ്വാസം ഭൂമിയിൽ നിന്ന് തന്നെ നീക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം 3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ദൈവത്തെ ആരാധിച്ചിരുന്ന ദേവാലയങ്ങൾ അദ്ദേഹം നശിപ്പിച്ചു. 2, ക്രൈസ്തവ വിശ്വാസത്തിലുള്ളവരെ അദ്ദേഹം കൊല്ലുകയാണ്. 3, ദൈവവചനം, അന്ന് ഇപ്പോഴുള്ളതുപോലെ വചനം സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യം അല്ല എന്ന് നാം മനസ്സിലാക്കുക. പേപ്പറുകളിലും മറ്റും അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ്, പ്രിൻറ്റിങ് തുടങ്ങുമ്പോഴാണ് ദൈവവചനം സുലഭമായി അനേകരുടെ കരങ്ങളിൽ എത്തുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നതൊക്കെയും നശിപ്പിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം പരിശ്രമിക്കുന്ന ഒരു വലിയ പ്രവണത അവിടെ ഉണ്ടാകുകയാണ്. ഏതാണ്ട് 8 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം അത് പൂർത്തീകരിച്ചെന്ന് കരുതി അദ്ദേഹം ഒരു കോയിൻ പുറത്തിറക്കുന്നുണ്ട്. ആ കോയിനിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ക്രിസ്ത്യൻ റിലീജിയൻ ഈസ് ഡിസ്ട്രോയിഡ് ആൻഡ് ദ വർഷിപ്പ് ഓഫ് ഗോഡ്സ് ഈസ് റീസ്റ്റോർഡ്. ക്രിസ്തീയ വിശ്വാസം മുഴുവനായും തകർന്നിരിക്കുന്നു, അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുന്ന കോയിൻ അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. എന്നാൽ അദ്ദേഹം അറിയാതെ, അല്ലെങ്കിൽ ഇപ്രകാരം അദ്ദേഹം പരിശ്രമിക്കുമ്പോൾ ആ കാലയളവിൽ തന്നെ നമുക്കറിയാം, AD 313 കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയെ ദൈവം മറുവശത്ത് ഒരുക്കുകയാണ്. കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി 3-ാം അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ മതമായിട്ട് ക്രൈസ്തവ മതത്തെ അദ്ദേഹം ഡിക്ലെയർ ചെയ്യുകയാണ്. അതിനെ തുടർന്ന് അദ്ദേഹം നടത്തിയ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങളാണ് ക്രൈസ്തവ മതം വളരുവാൻ തക്കവണ്ണം, അതിനെ പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയും ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ഈ ദൈവവചനത്തെ നശിപ്പിക്കുവാൻ ശത്രു പിശാച് പലതരങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ, പല കാലയളവുകളിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവിടെയൊന്നും അതിന് വിജയിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടില്ല. ദൈവവചനത്തെ ആർക്കും നശിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ലോകത്തിൽ ഏറ്റവും അധികം അച്ചടിച്ചിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും പ്രചരിക്കുന്നതുമായിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അത് മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട്, മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ അനുഗ്രഹത്തിനായിട്ട് ദൈവം നൽകിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും അതിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. അതോടൊപ്പം ഈ വചനം മറ്റനേകരിലേക്ക് എത്തിപ്പെടേണ്ട സാഹചര്യങ്ങളുമുണ്ട്. ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 7000-ൽ ശിഷ്ടം ഭാഷകൾ സംസാരിക്കുന്നുവെങ്കിൽ അതിൽ നല്ലൊരു ശതമാനവും ആളുകൾ അല്ലെങ്കിൽ ഭാഷകളിൽ ഇന്ന് ദൈവവചനം പരിഭാഷപ്പെടുത്തിയിട്ടില്ല. അത് അംഗസംഖ്യ കൊണ്ടല്ല, അംഗസംഖ്യകൾ കുറവുള്ള ജനമായിരിക്കാം, ഗോത്ര ഭാഷ സംസാരിക്കുന്നവരായിരിക്കാം. എന്നാൽ അനേകരുടെ സന്നിധിയിലേക്ക് ദൈവവചനം എത്തിയിട്ടില്ല. ദൈവവചനം എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം എത്തിയിട്ടില്ല. സുവിശേഷം എന്താണ്? യേശു ഏക രക്ഷിതാവാണ്, യേശുവിലൂടെ അല്ലാതെ രക്ഷയില്ല എന്നുള്ള സത്യം വിളിച്ചറിയിക്കുന്ന ദൈവവചനം ഇന്ന് അനേകരിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ ദൈവവചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കി നമ്മുടെ ജീവിതവും വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നാം നയിക്കുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം 2 തിമോത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2 തിമോത്തി ചാപ്റ്റർ 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം, എല്ലാ തിരുവെഴുത്തുകളും ദൈവനിവേശിതമാകുന്നു, അവ ഉപദേശത്തിനും ശാസനയ്ക്കും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള അഭ്യസനത്തിനും പ്രയോജനപ്പെടുന്നു. തുടർന്ന് നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ മനുഷ്യൻ
സകല സൽപ്രവൃത്തികൾക്കും പരിപൂർണനും തികഞ്ഞവനുമായി തീരേണ്ടതിന് തന്നെ. ഇപ്പോൾ ദൈവവചനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രയധികം പ്രാധാന്യമുണ്ടാകണം എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ തിരുവെഴുത്തുകളും ദൈവനിവേശിതമാണ്, പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വചനം. അവ ഉപദേശത്തിനും ശാസനയ്ക്കും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള അഭ്യസനത്തിനും പ്രയോജനപ്പെടുന്നു. അത് ഉപദേശിക്കും. നാം തെറ്റായ മാർഗങ്ങളിലൂടെ പോകുമ്പോൾ തെറ്റാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ശാസനയ്ക്ക്, ഇനി അത് നാം അനുസരിക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മെ വിലക്കുവാൻ അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുക മാത്രമല്ല അതിലൂടെ തന്നെ തിരുത്തുവാനുള്ള വഴികൾ അവിടെ ഒരുക്കപ്പെടുകയാണ്. തെറ്റുതിരുത്തലിനും നീതിയിലുള്ള അഭ്യസനത്തിനും. നീതി എന്താണ് എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനമാണ് ഞാൻ ചെയ്യുന്നത് നീതിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അത് പരിശുദ്ധാത്മാവ് രചിക്കപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് ആൽ രചിക്കപ്പെട്ട ദൈവവചനമാണ് നാം ചെയ്യുന്നത് അതിൽ നീതി ഉണ്ടോ എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അത് നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും പരിപൂർണനും തികഞ്ഞവനുമായി തീരേണ്ടതിന്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ അവനെ നീതിയിൽ നടത്തുവാൻ, അവൻ തികഞ്ഞവൻ, അവൻ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, അവൻ തികഞ്ഞവനായി തീരുവാൻ തക്കവണ്ണം ആണ് ദൈവവചനം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ഏതൊരു പ്രൊഡക്റ്റും നാം വാങ്ങുമ്പോൾ അതോടൊപ്പം ലഭിക്കുന്ന ഒരു മാനുവൽ പോലെ നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ മാനുവലാണ്. ഒരു വണ്ടി വാങ്ങിയാൽ ആ വണ്ടിയോടൊപ്പം നമുക്കൊരു മാനുവൽ ലഭിക്കുമ്പോൾ ആ വണ്ടിയിൽ എങ്ങനെയാണ് നാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യമാണ് നാം ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള ഗ്യാസാണ് അല്ലെങ്കിൽ പെട്രോളാണോ ഡീസലാണോ നാം അതിൽ ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ടയറുകൾക്ക് എത്രത്തോളം കാറ്റുണ്ടാകണം എന്നൊക്കെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും നമുക്ക് ബോധ്യപ്പെടുത്തുവാൻ തക്കോണം നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 35-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വചനങ്ങളോ മാറിപ്പോകുകയില്ല. അപ്പോൾ ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വചനമോ ഒരിക്കലും നീങ്ങിപ്പോകുകയില്ല. ദൈവത്തിൻ്റെ വചനം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നൽകിയാണെങ്കിൽ പോലും അതിനൊരു മാറ്റമില്ലാത്തതാണ്. അത് ഏത് കാലയളവിലും ഏത് യുഗങ്ങളിലും ഒരുപോലെ മനുഷ്യന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ദൈവവചനത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകുകയില്ല എന്ന് അവിടെ രേഖപ്പെടുത്തണം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ വീണ്ടും നാം വായിക്കുന്നുണ്ട്. 40-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, പുല്ല് ഉണങ്ങുന്നു, പൂവ് വാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. ദൈവത്തിൻ്റെ വചനം എന്നും നിലനിൽക്കുന്നതാണ്, അതിന് മാറ്റമില്ല. മനുഷ്യൻ മാറിയേക്കാം, സാഹചര്യങ്ങൾ മാറിയേക്കാം, മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ മാറിയേക്കാം, അവൻ ജീവിക്കുന്ന അവസ്ഥകൾ മാറിയേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങളിൽ നാം വായിക്കുകയാണ്, 4-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള തിരുവചനം, എൻ്റെ മകനെ, എൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക, അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അകന്നു പോകരുത്, നിൻ്റെ ഹൃദയത്തിൻ്റെ മധ്യയെ അവ സൂക്ഷിച്ചു വയ്ക്കുക, അവ പ്രാപിക്കുന്നവർക്ക് അവ ജീവനും അവരുടെ ശരീരത്തിന് മുഴുവൻ സൗഖ്യവും ആകുന്നു. ദൈവത്തിൻ്റെ വചനം എത്ര ശക്തമാണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രയേറെ ശക്തി ആ വചനത്തിനുണ്ട് എന്ന് അവിടെ നമ്മെ അറിയിക്കുകയാണ്. 147-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ 15-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. ദൈവത്തിൻ്റെ ആജ്ഞ അവൻ ഭൂമിയിലേക്ക് അയക്കുന്നു, അത് അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. ദൈവത്തിൻ്റെ ആജ്ഞ, ദൈവത്തിൻ്റെ ശബ്ദമാണ്, അത് അയക്കുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ വചനം. കാരണം വചനം എന്ന് പറയുമ്പോൾ അത് ദൈവമാണ്. നാം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനമാകുന്ന ദൈവമാണ്. ആ ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. വാസ്തവമായി നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ
എൻ്റെ ശിഷ്യരായി നിങ്ങൾ അറിയപ്പെടും എന്നാണ് കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരായ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. നിങ്ങൾ വാസ്തവമായി എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനം അത്രയധികം പ്രാധാന്യം ഓരോ ക്രൈസ്തവൻ്റെ ജീവിതത്തിലും ഉണ്ടാകണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 107 സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ 20 തിരുവചനം, അവൻ തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ നാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. അവൻ വചനമയച്ചവരെ സൗഖ്യമാക്കി. അപ്പോൾ നമുക്കറിയാം, കർത്താവിൻ്റെ ശബ്ദം കേട്ട് സൗഖ്യമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ സൗഖ്യമുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കൊണ്ട് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും അവൻ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നതായിട്ട്, ഭൂതങ്ങൾ പുറത്താകുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കൊണ്ട് അവൻ ശബ്ദമുയർത്തി പറയുമ്പോഴാണ് ഇതൊക്കെയും സംഭവിക്കുന്നത്. ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ചിരുന്ന ലാസർ പുറത്തേക്ക് കടന്നു വരികയാണ്. ആ ശബ്ദം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തിൻ്റെ ശക്തിയാൽ അവൻ പുറത്ത് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കോണം കഴിയും. അപ്പോൾ ഈ ദൈവവചനത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. ഓരോ ക്രൈസ്തവൻ്റെ ജീവിതത്തിലും അത്രയേറെ പ്രാധാന്യം ഉണ്ടാകണം എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാൻ തൊക്കോണം കഴിയും. അപ്പോൾ ഈ ദൈവവചനത്തിന് അത്രത്തോളം സ്ഥാനം നമുക്ക് നൽകാൻ കഴിയാറുണ്ട്. ദൈവവചനം നമുക്ക് അനുദിനം വായിക്കുവാൻ കഴിയാറുണ്ടോ? ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? അതോ നാം ദൈവവചനം കേൾക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ്, പക്ഷേ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുവാൻ, അത് കേൾക്കുന്നു എന്നതിനപ്പുറമായി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമാണോ നമുക്കുള്ളത് എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അതിന് പരമപ്രധാന സ്ഥാനം നൽകിക്കൊണ്ട് ആ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ നോക്കണം കഴിയും. യോശുവ നമുക്കറിയാം, മോശയുടെ പിൻഗാമിയായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് യോശുവ. മോശ തന്നെ തൻ്റെ ദൗത്യം ദൈവം ഏൽപ്പിക്കുമ്പോൾ തന്നോടൊപ്പം തൻ്റെ അരുമ ശിഷ്യനായിരുന്ന യോശുവ മോശയോടൊപ്പം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. എന്നാൽ കനാനിലേക്ക് പ്രവേശിക്കുവാൻ മോശയ്ക്ക് സാധ്യമാകാതെ വരുമ്പോൾ ആ ചുമതല തൻ്റെ പിൻഗാമിയായ യോശുവയെ ഏൽപ്പിക്കുകയാണ്. മോശ മരിക്കുന്നതിന് മുമ്പ് ആ ദൗത്യം യോശുവയെ ഏൽപ്പിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 1 അധ്യായം 6 മുതലുള്ള തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുകയാണ്, ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക, ഞാൻ അവർക്ക് നൽകുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. യോശുവ ഏറ്റെടുത്തത് ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. 600,000 വരുന്ന യഹൂദ ജനത 430 വർഷക്കാലത്തെ അടിമത്വത്തിൽ കഴിഞ്ഞ് ദൈവമായിട്ടുള്ള ഒരു ബന്ധം ഒരുപക്ഷെ നഷ്ടപ്പെട്ട് ഏറെ കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു സമൂഹത്തെ അവിടെ നിന്നും കനാനിലേക്ക് നയിക്കുക എന്നുള്ളത് ഏറെ ദൗത്യമുള്ള ഒരു ചുമതലയായിരുന്നു. മോശ അപ്രകാരം നയിക്കുന്നതായിട്ടും ആ യാത്രയിൽ അനേക പ്രയാസങ്ങൾ അദ്ദേഹം നേരിടുന്നതായിട്ടൊക്കെ നമുക്ക് വായിക്കുവാൻ തൊക്കണം കഴിയും. അനുഗ്രഹങ്ങൾ ദൈവം ഓരോ ദിവസവും നൽകുമ്പോഴും മോശയ്ക്കെതിരെ പിറുപിറുക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അതിന് കാരണം അവർക്ക് ദൈവവുമായുള്ളൊരു ബന്ധം ഈ 430 വർഷം എന്ന് പറയുമ്പോൾ എത്രയോ തലമുറകൾ അവർ അടിമത്തത്തിൽ കഴിഞ്ഞവരാണ്. ആ അടിമത്തം മൂലം അവർക്ക് ദൈവത്തോട് തന്നെ ഒരുപക്ഷെ നീരസമുണ്ടായി കാണും. സ്വന്തമായ ഭവനമില്ല, സ്വന്തമായി അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലയളവിൽ അവർ അങ്ങനെ ജീവിക്കുകയാണ്. കഷ്ടപ്പെട്ട് മാറി മാറി വരുന്ന ഫറവോമാരുടെ പീഡനങ്ങളാൽ ഏറെ കഷ്ടതയിലാണ്. അവരുടെ നിലവിളി കേട്ടാണ് മോശയെ ദൈവം അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം അയക്കുന്നത്. അങ്ങനെ അവർ മുമ്പോട്ട് പോയി കനാനിലേക്ക് അവർക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തെ സംശയിച്ചതിൻ്റെ ഫലമായി അവരിൽ 20 വയസ്സിന് മുകളിലുള്ളവരൊക്കെയും തുടർന്നുള്ള 40 വർഷത്തെ മരുഭൂമിയിലുള്ള അലച്ചിലിൽ അവർ പട്ടുപോവുകയാണ്. തുടർന്ന് യോശുവയെ തൻ്റെ പിൻഗാമിയായിട്ട് മോശ തിരഞ്ഞെടുത്ത ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അത് ഏറ്റവും ശ്രമകരമായ കാര്യമാണ്. അപ്പോൾ യോശുവയോട് പറയുകയാണ്, ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക, ഞാൻ അവർക്ക് നൽകുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി കൊടുക്കും. അപ്പോൾ ആ ദൗത്യം യോശുവ ഏറ്റെടുക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ യോശുവയോട് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അടുത്ത വചനത്തിൽ നാം വായിക്കുന്നു, എൻ്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക,
നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണങ്ങൾ. ദൈവവചനത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, മോശ എഴുതിയ പുസ്തകങ്ങൾ, അതാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന്. അത് നടക്കണമെങ്കിൽ എന്തുണ്ടാകണം? നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടത്. അപ്പോൾ നീ ചെല്ലുന്ന സാഹചര്യങ്ങളിലൊക്കെയും നിനക്കത് അനുഗ്രഹമായി തീരുവാൻ ആ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അതായത് ആ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് വചനം എന്തു പറയുന്നുവോ ആ വചനം അനുസരിച്ചുകൊണ്ട് നീ മുമ്പോട്ട് പോകുവാനൊക്കെയുള്ള ആജ്ഞയാണ് യോശുവയ്ക്ക് നൽകുന്നത്. മറ്റൊരു ക്വാളിഫിക്കേഷനും യോശുവയ്ക്ക് നൽകുന്നില്ല. അവന് നൽകുന്ന ഏക ക്വാളിഫിക്കേഷൻ ഈ ന്യായപ്രമാണം അനുസരിച്ച് നീ മുമ്പോട്ട് പോകുക. എന്നിട്ട് നാം വായിക്കുകയാണ്, ഈ ന്യായപ്രമാണത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിൻ്റെ വഴികൾ അഭിവൃദ്ധിപ്പെടും, നിനക്ക് ഉന്നത വിജയം ഉണ്ടാകും. അപ്പോൾ ഈ ന്യായപ്രമാണം നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. നീ വായിക്കുന്ന ഈ വചനം എപ്പോഴും നിന്നിലുണ്ടാകണം. അത് വായിച്ച് മറക്കുവാനല്ല, അതെപ്പോഴും നിൻ്റെ ഓർമ്മയിലുണ്ടാകണം. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. മറ്റൊരു കാര്യം നീ ചിന്തിക്കേണ്ട, ഈ ദൈവത്തിൻ്റെ വചനം, നീ വായിക്കുന്ന വചനം രാവും പകലും 24 മണിക്കൂറും നീ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ നീ അത് ചെയ്താൽ നിൻ്റെ വഴികളിൽ നീ അഭിവൃദ്ധിപ്പെടും, നിനക്ക് ഉന്നത വിജയം ഉണ്ടാകും. നമുക്കറിയാം, യോശുവ യാത്ര ആരംഭിച്ചു. ആദ്യം നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണം യോർദാൻ, കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ്റെ മറുകര കടക്കുക എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് യോശു മുമ്പോട്ട് പോകുന്നതായിട്ടും കരകവിഞ്ഞൊഴുകിയ യോർദാൻ പിളർന്ന് മറുകര ജനത്തെ എത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. തുടർന്ന് മുമ്പോട്ട് പോകുമ്പോൾ യോശുവ നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധി എരിഹോ മതിലാണ്. എരിഹോ മതിൽ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലയളവിൽ സുശക്തമായി ആ പട്ടണത്തെ ചുറ്റും കെട്ടിയിരുന്ന മതിൽ, അത് ഭേദിച്ചകത്ത് കടക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ദൈവവചനം അവനോട് പറയുകയാണ്, നീ 7 ദിവസം ഈ മതിലിന് ചുറ്റും നടക്കുക. 6 ദിവസം ഓരോ പ്രാവശ്യം നീ മതിലിന് ചുറ്റും നടക്കുക. 7ാമത്തെ ദിവസം 7 പ്രാവശ്യം നീ മതിലിന് ചുറ്റും നീയും നിൻ്റെ കൂടെയുള്ള സമൂഹമൊക്കെയും നടക്കുക. എന്നിട്ട് 7ാമത്തെ ദിവസം അവസാനം അത് കാഹളം ഊതിക്കൊണ്ട് നടക്കാൻ പറയുമ്പോൾ അതിൽ പൂർണ്ണമായും അവൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ അവൻ സമ്പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ദൈവം എന്തു പറഞ്ഞുവോ അതിൽ ഒരു വ്യത്യാസവുമില്ലാതെ അത് പൂർണ്ണമായും അവൻ അനുസരിക്കുകയാണ്. അപ്പോൾ കൈ തൊടാതെ അവൻ പ്രയത്നിക്കാതെ ആ മതിൽ താഴെ വീഴുന്നതായിട്ട് നമുക്കവിടെ വായിക്കുവാൻ കഴിയും. അങ്ങനെ അകത്ത് പ്രവേശിച്ച് അവരെയും കീഴടക്കിയാണ് യോശുവ തൻ്റെ ജൈത്രയാത്ര കനാനിലേക്ക് തുടർന്ന് അനേക രാജാക്കന്മാർ, രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ കീഴടക്കിയാണ് യോശുവ ഈ പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് ഈ ജനത്തെ എത്തിക്കുന്നത്. അവിടെ എത്തി അവൻ ആ ദേശമൊക്കെയും വിഭാഗിച്ച് നൽകുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ വായിക്കുവാൻ കഴിയും. അപ്പോൾ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള, ദൈവവചനത്തെ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു യാത്ര യോശുവയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അത് അവൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു. മറ്റൊരു അഭ്യസനമോ മറ്റൊരു യോഗ്യതയോ അദ്ദേഹത്തിന് ദൈവം നൽകുന്നില്ല. ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറയുമ്പോൾ അതിൽ പൂർണ്ണമായും അവൻ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് അതിൻ പ്രകാരം അവൻ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ അവൻ കനാനിൽ എത്തി ആ ജനത്തിന് ഓരോ ഗോത്രങ്ങൾക്കായിട്ട് ആ ദേശം വിഭജിച്ച് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നുണ്ട്. ആ വചനം വായിക്കുവാൻ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുമോ? വചനത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുമോ? വചനം എന്തു പറയുന്നു, തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് വിശ്വസിക്കുവാനും അതനുസരിക്കുവാനും നമുക്ക് കഴിയുമോ? നാം ശാന്തമായി പരിശോധിക്കുക. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹത്തിനായി ദൈവം നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ്, ദൈവമാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് അപ്രകാരം ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് മുമ്പോട്ട് നയിക്കാം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹമായി തീരുവാൻ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.